அப்ப மத்தவங்களை ஏறிக்கிறாங்களே என்ன? காயல்பட்டின வழியா இல்லையா? காயல்பட்டின வழியா இல்லையா? காயல்பட்டின வழியா இல்லையா? அதை சொல்லுங்க. காயல்பட்டின போகுமா போகாதா? அப்ப ஏன் இவங்களையும் ஏத்த மாட்டேங்கிறீங்க? நாங்க டிக்கெட் எடுத்தாங்க போறோம். ஓனர் நம்பர் கொடுங்க. யார் அந்த ஓனர்? எங்க ஓனர் நம்பர் கொடுங்க. ஓனர் நம்பர் கொடுங்க. ஓனர் நம்பர் அது என்ன? தூத்துக்குடி மட்டும் தான் ஏத்துறீங்களா? சொல்லுங்க. ஓனர் நம்பர் சொல்லுங்க. 43 சொல்லுங்க. 43 14 70 13. அவர் ஓனர் பேரு? ஓனர் பேர் என்ன? ஓனர் பேர் என்ன? யார் ஓனர்? என்ன பெரிய அதாவது யாரு ஓனர் பேர் என்ன? ஏன் ஓனர் பேர் உங்களுக்கு தெரியாது? ஓனர் பேர் உங்களுக்கு தெரியாதா? തമിഴ്നാട്ടിലെ ഒരു ബസ്സിൽ ഒരു യാത്രക്കാരിയെ ബുർഖ ധരിച്ചു എന്ന കാരണത്താൽ തൊഴിലാളികൾ പ്രവേശിപ്പിക്കാത്ത ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബുർഖ ധരിച്ച സ്ത്രീയെ വാഹനത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റാണോ? അത് എങ്ങനെ നമുക്കൊരു തെറ്റായി കാണാൻ പറ്റും? ഏറ്റവും വലിയ കാര്യം, ആ ബുർഖ ധരിച്ചിരിക്കുന്ന വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബസ്സിൽ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ള തെഫ്റ്റ് നടത്താൻ ഇത്തരം വസ്ത്രങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ അത്തരം വീഡിയോസൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വസ്ത്രം ഇട്ടിട്ട് ഒരു പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തെ ആ വരുന്ന വ്യക്തിയെ ആ വാഹനത്തിൽ അതിൻ്റെ തൊഴിലാളികൾ പ്രവേശിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ തൊഴിലാളികളെ നമ്മൾ അഭിനന്ദിക്കണം എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബുർക്ക പോലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ അപകടം ചെയ്യുന്ന ഒരു വസ്ത്രമാണ്. നിരവധി കാര്യങ്ങൾ ബുർക്കയുടെ മറവിൽ നടന്നതായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഗ്ലോബലി തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വസ്ത്രമാണ് ബുർക്ക. ഞാൻ പറയുന്നത് ബുർക്കയെ കുറിച്ചാണ്, പർദ്ദയെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ചും പൊതുഗതാഗത സംവിധാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളടുത്തിരിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് ഏതെങ്കിലും രംഗത്ത് കല്യാണ വീട്ടുകളിൽ ഇവിടൊക്കെ വരുന്ന ആളുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഏതെങ്കിലും മതത്തിനോടുള്ള വിരോധം വെച്ചിട്ടല്ല പറയുന്നത്. ഒരു കാര്യം, ഇത് ഭയങ്കര സെക്യൂരിറ്റി ത്രെട്ട് ആയിട്ടുള്ള വസ്ത്രമാണ് ഈ ബുർക്ക എന്ന് പറയുന്നത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം ബുർക്ക ധരിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും ബുർക്ക ധരിക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്കത് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. മുസ്ലിം സമുദായത്തിൽ അവരുടെ മതം ഒരു സ്ഥലങ്ങളിലും നിങ്ങൾ ബുർക്ക ധരിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. മുസ്ലിം സമുദായത്തോട് അത് അവരുടെ മതം ധരിക്കാൻ പറഞ്ഞ വസ്ത്രം ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം. ഈ വസ്ത്രമാണ്, അതായത് പർദ്ദ. അവരുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കണമെന്നാണ് അതിൻ്റെ കൽപ്പന. മുഖവും മുൻകൈയും എന്ന് ഞാൻ പറയുമ്പോൾ ഈ രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ ഇതുപോലെ ആ വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, ആളുകളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിം സ്ത്രീകളോട് വസ്ത്രം ധരിക്കാൻ ഇസ്ലാം മതം പറഞ്ഞിട്ടേയില്ല. ഇത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ് ആളുകൾ ചെയ്യുന്നത്. ഈ വസ്ത്രത്തിനുള്ളിൽ നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് വന്നിരിക്കുന്ന സ്ത്രീ ബുർക്ക ധരിച്ചിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കുക അത് ആണാണോ പെണ്ണാണോ എന്ന്. സ്വാഭാവികമായിട്ടും അവരോട് മുഖം ഉയർത്തി കാണിക്കാൻ പറയുക. കാരണം ഇവിടെ ഏറ്റവും വലുത് നമ്മുടെ സെക്യൂരിറ്റി ത്രെട്ടാണ്. ഈ വന്നിരിക്കുന്നത് ഒരു കള്ളനാകാം, ഒരു ട്രാൻസ്ജെൻഡർ ആകാം, അല്ലെങ്കിൽ ഒരു പുരുഷൻ തന്നെ ആവാം. എന്തുറപ്പാണ് ഇതൊരു സ്ത്രീയാണ് എന്നുള്ളത്? അതുകൊണ്ട് പൊതുഗതാഗത സംവിധാനത്തിൽ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ഇത് പറയുന്നതെന്ന് മുസ്ലിം സഹോദരന്മാർ ദയവായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ത്രെട്ടാണ്. ഒരു പക്ഷേ ഈ ബുർക്ക ധരിച്ച് വരുന്ന ഒരു കള്ളനായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലെ ആഭരണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ വാലറ്റോ അയാൾ ഒരു പക്ഷേ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെങ്ങനെ ഒരു പോലീസിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കും? ഇന്ന ആളാണ് എൻ്റെ അടുത്ത് വന്നിരുന്ന്, അയാളെ കണ്ണ് ഇങ്ങനെ ആയിരുന്നു, അയാളെ മൂക്ക് ഇങ്ങനെ ആയിരുന്നു, അയാളെ വായ ഇങ്ങനെ ആയിരുന്നു, എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും?
വലിയ രീതിയിൽ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു വസ്ത്രമാണ് ബുർക്ക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി പറയുന്നു, മുസ്ലിങ്ങളോടുള്ള വിരോധം വെച്ചല്ല ഇത് ഞാൻ പറയുന്നത്. മുസ്ലിങ്ങളോട് യാതൊരു വിരോധവും എനിക്കില്ല. നമ്മുടെ നാട്ടിലെ സുരക്ഷ, യാത്രക്കാരുടെ സുരക്ഷ, പൊതുജനങ്ങളുടെ സുരക്ഷ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം മതം പറയാത്ത ഒരു വസ്ത്രം അത് ധരിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്? ആളുകളെ തിരിച്ചറിയണം. ആരാണ് എൻ്റെ കൂടെ യാത്ര, എൻ്റെ സഹയാത്രികൻ ആരാണ് എന്ന് അറിയാനുള്ള അവകാശം, സ്വാഭാവികമായിട്ടും അവകാശം നമുക്കുണ്ട്. ഇത്തരത്തിൽ ആളെ തിരിച്ചറിയാത്തൊരു വസ്ത്രം ധരിച്ചു വന്നാൽ അത് വലിയ അപകടങ്ങളാണ് ചെയ്യുക. നമുക്ക് അത് സംബന്ധിച്ച് ഈ ബുർക്ക എന്ന വസ്ത്രം വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വസ്ത്രമാണ്. അത് സംബന്ധിച്ച് നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. അതായത് നമ്മളിപ്പം കണ്ട വീഡിയോ കോളേജിൽ പ്രണയിക്കുന്ന പെൺകുട്ടിയെ കാണാൻ വന്ന ഒരു കാമുകന്റെ വീഡിയോ ആണ് നമ്മളീ കണ്ടത്. കണ്ടില്ലേ, കാമുകൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്ക്, ബുർക്കയാണ്. എന്തുമാത്രം അപകടമാണ് ഈ വസ്ത്രം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു കാമുകന്റെ കാര്യം മാത്രമല്ല, കള്ളന്മാർ ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയം. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം വളരെ സിമ്പിളാണ്. ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുക. ഒരു കല്യാണ വീട്ടിൽ ബുർക്ക ധരിച്ച ആളുകൾ വരികയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക. വേറെ വഴിയില്ല. നിയമം മൂലം നമ്മുടെ നാട്ടിൽ ബുർക്ക നിരോധിച്ചിട്ടില്ല. ഇവരെ ഒറ്റപ്പെടുത്തുക എന്നല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഈ നാട്ടിൽ എത്ര മുസ്ലിം സ്ത്രീകളുണ്ട്? നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം കണക്ക് പ്രകാരം 40 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ 40 ലക്ഷം മുസ്ലിങ്ങളിൽ ഈ ബുർക്ക ധരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാ മുസ്ലിങ്ങളും ബുർക്ക ധരിക്കുന്നവരല്ല. മിക്ക മുസ്ലിങ്ങളും ബുർക്കയെ അവഗണിക്കുന്ന ആളുകളാണ്. അതിൻ്റെ കാരണം ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം. വളരെ കുറച്ച് ആളുകളാണ് ഈ ബുർക്ക ഉപയോഗിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ത്രെട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആളുകൾക്ക് ഭയമാണ്. എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ, കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലെ ഒരു കുട്ടി പ്രസവിച്ചിറക്കുമ്പം അതിന് വിസിറ്റ് ചെയ്യാൻ ഇതുപോലെ ബുർക്ക ധരിച്ചിട്ട് ഒരാൾ വന്നു. അതായത് അതൊരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീയെ മുഖം കാണിച്ചതിന് ശേഷമാണ് അവരെ അകത്തേക്ക് പ്രവേശിച്ചത്. കാരണം ഈ പ്രസവ മുറിയിലേക്ക് കയറുന്നത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കണ്ടേ? ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഈ ബുർക്ക കാരണം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ഈ വിഷയത്തിൽ ഈ കണ്ടക്ടറെ കുറ്റം പറയുന്ന യാതൊരു കാര്യവുമില്ല. അദ്ദേഹം ചെയ്തതാണ് ശരി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബുർക്ക എന്ന വസ്ത്രം ഇസ്ലാം മതം ഒരിക്കലും എവിടെയും കൽപ്പിക്കാത്തൊരു വസ്ത്രമാണ്. ദയവ് ചെയ്ത് ചില സാമൂഹ്യ ദ്രോഹികൾ ഇസ്ലാമിന്റെ പേരിൽ ഈ ബുർക്കയും ധരിച്ച് വലിയ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് എന്നത് ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബുർക്കധാരികളെ ഒറ്റപ്പെടുത്തുക എന്നല്ലാതെ തൽക്കാലത്തേക്ക് ഇതിന് മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഏതെങ്കിലും മതത്തിനോടോ വിശ്വാസികളോടോ ഉള്ള വൈരാഗ്യം കൊണ്ട് പറയുകയാണെന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. നിഷ്പക്ഷമായിട്ട് എല്ലാ മതവിശ്വാസികളും ചിന്തിക്കുക. ബുർക്കയിട്ട വസ്ത്രം ധരിച്ച് ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എത്രത്തോളം അയാളെ അകത്തേക്ക് പ്രവേശിപ്പിക്കും? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ ബുർക്ക ധരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ധൈര്യത്തിൽ അയാളെ വീട്ടിലേക്ക് പ്രവേശിക്കും? ആ വരുന്നത് ഒരു പക്ഷേ ഒരു കൊള്ളക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മോഷ്ടാവായിരിക്കാം. അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഈ ബുർക്ക എന്ന വസ്ത്രം നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ എയർപോർട്ടിൽ ബുർക്കേൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് കയറ്റി വെക്കാൻ പറ്റുമോ? ആരാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടല്ലേ. നിങ്ങൾ സെക്യൂരിറ്റി ക്ലിയറൻസ് വരെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ പോകുന്ന സൗദി അറേബ്യയിലെ ജിദ്ദ എയർപോർട്ടിൽ നിങ്ങൾ ആരാണെന്ന് കാണിക്കാതെ, വ്യക്തമാക്കാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും. അതുകൊണ്ട് ബുർക്ക എന്നത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഒരു വസ്ത്രമല്ല. അത്തരത്തിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലുള്ള വസ്ത്രങ്ങളല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കണ്ടക്ടർക്ക് നേരെ കളി തുള്ളേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹം ചെയ്തത് തന്നെയാണ് ശരി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരോടുള്ള വിരോധം കൊണ്ട് പറയല്ല, ആളുകളെ തിരിച്ചറിയാവുന്ന കോലത്തിൽ, അറ്റ്ലീസ്റ്റ് ആണാണോ പെണ്ണാണോ ഈ വരുന്നത് എന്ന് മനസ്സിലാവുന്ന കോലത്തിലെങ്കിലും നിങ്ങൾ ഡ്രസ്സ് ധരിക്കുക. അല്ലാത്ത പക്ഷം അതൊരു സെക്യൂരിറ്റി ത്രെഡ് തന്നെയാണ്. ഒരു കല്യാണ വീട്ടിൽ ബുർക്ക ധരിച്ച ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ആളെ മനസ്സിലാവോ? ഈ വരുന്ന ആൾ ഒരു പക്ഷേ ആ കല്യാണ വീട്ടിൽ വരുന്ന അതിഥികളെ കൊല ചെയ്യില്ലേ? എന്താ സാധ്യതയില്ലേ? നിങ്ങൾക്കറിയാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ
എന്തുകൊണ്ട് ഇതിൻ്റെ സാധ്യതകളെ നിങ്ങൾ കാണുന്നില്ല? അതുകൊണ്ട് മതചിന്തകൾ മാറ്റിവെച്ച് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കൂ. എനിക്ക് ഇവിടുത്തെ ബുർക്കയെ അനുകൂലിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്, ഇതിൻ്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കുക. വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വസ്ത്രമാണ് ബുർക്ക എന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ വലിയ രീതിയിലുള്ള അപകട സാധ്യത, കള്ളന്മാരും കൊള്ളക്കാരും എന്ന് വേണ്ട സകല സാമൂഹ്യ വിരുദ്ധരും ദുരുപയോഗം ചെയ്യുന്ന ഒരു വസ്ത്രമായി ബുർഖ ഇതിനോടകം തന്നെ ലോകമാകമാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിമർശനം ഒരിക്കലും ഒരു മതവിമർശനമായി കാണരുത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു സമൂഹമാണോ ഈ ബുർക്ക എന്ന വസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആ സമൂഹം തന്നെ ഇതിനെതിരെ രംഗത്ത് വരിക. കാരണം വലിയ രീതിയിൽ ഈ വസ്ത്രം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.